മോളി ഓ ഞാൻ ഇവിടെ അന്ന് പറഞ്ഞില്ലേ സ്വാമിന്റെ അടുക്ക പോണ്ട കാര്യം. ഞാനും പോയിരുന്നു മോളെ. ഞാൻ ഇതൊന്ന് മാറ്റട്ടെ. മാറ്റൊന്നും വേണ്ട, ഇനി ഒരു ഷാൾ ഇട്ടിട്ടിങ് വരും. അവിടെ ഭയങ്കര തിരക്കായിരിക്കും. റെഡിയാവായിക്കൂല്ലേ പോയാല്. നീ കാണില്ലേ ഇവിടുത്തെ പുരപ്പണിയിൽ എത്രയായി തുടങ്ങിയിട്ടിട്ട് ഒന്നും നടക്കുന്നില്ല. എല്ലാത്തിനും ഒരു മുടക്കം തന്നെ. ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിനും ഒരു പച്ച പിടിക്കുന്നില്ല. എല്ലാം റെഡിയാവും. ഭയങ്കര കഴിവുള്ള സ്വാമി അത് തന്നെ. പറഞ്ഞതെല്ലാം ഫലിക്കുകയും ചെയ്യും. ഏടുന്നല്ല ആള് വരുന്നുണ്ട് ഓരെടുക്ക. ഭയങ്കര അറിയാണ്ടായിപ്പോയല്ലേ. ഇനി വേഗം നമുക്ക് പോവാലോ. ഞാൻ റെഡി ആവട്ടെട്ടാ. നമ്മള് രണ്ടാളല്ലേ ഉള്ളൂ. വിനീതാട്ടനും മോനും ഉണ്ട്. ഇനി വേഗം നോക്ക് വാ. ഓൾഡ് കാത്തിട്ടുണ്ട്. ഇപ്പൊ ഇടിയാൻ എടുക്കാറ്റാ സ്വാമിന്റെ വീട്. നിങ്ങളാ ഓലോട് ചോദിച്ചു. ഇവിടെ അടുത്തൊരു സ്വാമി ഇല്ലേനോ? ഓരോ വീട് എവിടെ വരുന്നേ? കാണുന്നത് ഇവിടെ തേണില്ല. അവിടെ തന്നെയാ. ഇവിടെ തന്നെ അല്ലേ? ആർക്കൊണ്ടോ പറയുന്നത്? നമ്മളെ ലക്കി സ്വാമി ഇല്ലേ, വിജേഷ്. എന്റെ മോനെ, ഓ കാട്ടു കള്ളങ്ങളോടോ. എനിക്ക് ലേസ് വാങ്ങി തരുവാ? ലേസ് ഇപ്പൊ നടേ കുറച്ച് കഴിഞ്ഞിട്ട് പോയി സ്വാമീനെ കണ്ടിട്ട് പോയിട്ട് വാങ്ങിയാ പോരാ? എനിക്ക് വേണോ? കുറച്ച് കഴിഞ്ഞിട്ട് വേണം. കുറച്ച് നേരം ഇപ്പൊ നടക്കാൻ കൂട്ടിക്കോ. ഒരിക്കലും എനിക്ക് വാങ്ങി തരൂല. വല്ലാത്ത ഭാഗ്യമാണ് അവനെ. കാരണം ഉത്സവപ്പറമ്പില് ചട്ടിയും കുലുക്കത്തും തിരുപ്പും മഴക്കാലത്ത് ഇവന്റെ പരിപാടി പുരയില് കബഡി നിർത്തല. അങ്ങനെ ലക്കി സ്വാമി ഓ ഫീസ് വാങ്ങുമല്ല. ഓൻ പറയുന്ന കാര്യം ലക്കിയിൽ അങ്ങ് നടന്നു പോയാല് ആൾക്കാർ 5000 10,000 എല്ലാം കൊണ്ട് കൊടുക്കുന്നവരത്ര. ഏടുന്നല്ലാടെ പേരുന്നയാള്. അങ്ങനെ അവന് ലക്കി സ്വാമിന്ന് പേര് വന്നു. നമ്മക്കിപ്പോ ഒരു മാസമായില്ലേ ബംഗാളികൾ ഇല്ലാതുകൊണ്ട് പണിയില്ലാത്ത. നമുക്ക് സ്വാമിയോടൊന്ന് ചോദിച്ചാലോ ബംഗാളികൾ എപ്പം തിരിച്ചു വരും? എനിക്ക് കാച്ചലാ ചങ്ങായി. ഓ വെറും ഉടായ്പ നിന്നോടല്ലേ എത്ര നേരം പറഞ്ഞു. അല്ല അതറിയാം, എന്നാലും ഞമ്മക്കൊന്ന് നോക്കാലോ. എങ്ങനെ അവന്റെ ഉടായ്പ കളിയൊന്ന് നോക്കാലോ. എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാലോ നമുക്ക് ചെന്ന് നോക്കാം. ആറ് കുറഞ്ഞൊരു നമ്പർ വിചാരിച്ച് 5 നിങ്ങൾ വിചാരിച്ചേ? അതെ 5. നിങ്ങളെ കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടുണ്ടാവല്ലോ. സാധിച്ചിട്ടുണ്ട്, എല്ലാം ഭംഗിയായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്വാമി ഇതങ്ങ് സ്വീകരിച്ചാലും സ്വാമി പറഞ്ഞ 10 ഫുള്ളുണ്ടേ എല്ലാം. നിങ്ങളെന്നാ ചാടിക്കോന്ന് പറയുന്ന പുറത്തുനിന്ന് ആൾക്കാർ കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തെറപ്പറം പറഞ്ഞാളെ. അല്ല അതാരും നേരത്തെ വന്നേ? ആരോട് ചോദിക്കുന്നേ? പണ്ടപ്പോ എന്തോ പറഞ്ഞിട്ട് ലക്കിയിൽ റെഡിയായി പോയി. ഇപ്പം 10,000 ഉറുപ്പ്യ കൊണ്ട് തന്നു. നീ വേഗം മറ്റുവല്ല വിളിക്ക്. നമുക്ക് പൊരേന്റെ പണിയെല്ലാം എടുക്കണ്ടല്ല. ഭയങ്കര തിരക്കാണല്ലോ. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാനൊരു അടവ് പ്രയോഗിക്കുന്നുണ്ട്. എന്റെ വൈകി എന്നാ വന്നു വെച്ചാൽ മതി. സ്വാമിയില്ല അകത്ത്? ഉണ്ട്, കേരല്ലേ മുന്നേ വന്ന ആൾക്കാരുണ്ട്. പൈസ കൊടുക്കുമല്ലേ? പറഞ്ഞോളൂ. നീങ്ങിയിരിക്ക. എന്തോ ഒരു അനർത്ഥം ഉണ്ടല്ലോ. നിങ്ങൾ എന്തേലും വന്നത്? ഇരിപ്പിട് ഓർക്കാത്തൊരു കളിയാണല്ലോ. ഞാനോട് പണിയെടുക്കുന്ന ബംഗാളികൾ പോയിട്ട് 2 മാസമായി. 2 മാസം. ബംഗാളികൾ തിരിച്ചു വരുമെന്നുള്ളത് സ്വാമിയെ നോക്കി പറഞ്ഞാ. പ്രാർത്ഥിച്ചോളൂ നല്ലോണം. നിങ്ങളൊരു നമ്പർ വിചാരിക്കും മനസ്സിൽ. 6 കുറഞ്ഞത്. അഞ്ചല്ലേ? ഞാൻ പറഞ്ഞില്ല, അനർത്ഥം തന്നെയാ. ബംഗാളി തിരിച്ചു വരികയില്ല. നിങ്ങൾ എന്തെങ്കിലും ദക്ഷിണ കണ്ടു വെച്ചിട്ട് പോകും. അടുത്ത വാഭിഷയാണ് കയറേണ്ടത്. 100 ആളുള്ള നിങ്ങൾ പോട്ട്. നിങ്ങൾ വിട്ടോ. റെഡി ആവില്ല. ബംഗാളി തിരിച്ചു വരില്ല. വിട്ടോ. അല്ല ഞങ്ങൾ എന്നോട് അന്നേരം പറഞ്ഞില്ല ഉടായിപ്പ് ചങ്ങായിന്ന് വെറുതെ പീടിയെ കുത്തിരിക്കുന്നത്. അവിടെ 100 ഉറുപ്പ്യ പോയില്ലേ? എന്താണ് നിങ്ങളെ പ്രശ്നം പറ. ഇവന് ഭയങ്കര വികൃതിയാ. ഇവന്റെ തൊട്ട് വെടിവാശി ആർക്കും ഉണ്ടാവില്ല. വീട്ടിലൊരു സാധനം വെച്ചേക്കുന്നില്ല, എല്ലാം എടുത്ത് കിണറ്റ് കൊണ്ടിടും. അത് മാത്രമല്ല, എന്റെ 2 ദിവസം മുന്നേ എന്റെ ഐഫോണ് കിണറ്റിലെപ്പോഴും കൊണ്ടിട്ടിട്ടുള്ളത്. ഇതിനെല്ലാം പരിഹാരമുണ്ട്. ഇതിലും വലുത് എത്രയോ വന്ന് റെഡിയായതാ. നിങ്ങൾ സമാധാനമായിട്ട് നിൽക്ക്. അമ്മ അത് ലുഡോ ബോട്ടില് എനിക്ക് വാങ്ങിച്ചിരുവോ? അങ്ങനെയൊന്നും പറ സ്വാമിയാ തോറ്റതൊന്നും. പ്രാർത്ഥിച്ചോളൂ. 6 കുറഞ്ഞൊരു സംഖ്യ വിചാരിക്കും. 2 ആളും ചാടികളോ? അല്ല ആലോചിച്ചാ
രണ്ടല്ലേ നിങ്ങൾ വിചാരിച്ചേ? രണ്ടാളും നിങ്ങളെ കാര്യങ്ങളെല്ലാം സാധിക്കും. ഐഫോണിന്റെ ആണോ പ്രശ്നം അല്ലെ കുട്ടീന്റെ പ്രശ്നം എന്താണ്? അതിപ്പോ രണ്ടും ഉണ്ട്, രണ്ടും വിലപിടിപ്പുള്ളല്ലേ. ഐഫോൺ കിട്ടിയിട്ടുണ്ടല്ലേ. രണ്ടും പ്രാധാന്യമുണ്ട്. അപ്പം ചിലവ് വരും. നിങ്ങൾ രണ്ടുപേര് പുറത്തിരുന്നോ, കുട്ടിയായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾ വിട്ടോ, രണ്ടാൾ പുറത്തിറങ്ങി, ഞാൻ വിളിക്കുമ്പോൾ വന്നോളൂ. കുട്ടിയായിട്ട് ഇരിക്കും കേട്ടോ. ആ കഴിക്കുന്ന പറ്റിയേ? സ്കൂളിൽ നിന്ന് വീണതാ. അച്ഛനും അമ്മയോ അടിച്ചതൊന്നുമല്ലോ? ഓനെങ്ങനെ മോനോട്? ഒരു സൂപ്പറാ, ഞാനാ കുരുത്തക്കേടുള്ളൂ. നീ ആ കുരുത്തക്കേടുള്ളൂ അല്ലേ? ഇഞ്ച കുരുത്തക്കേട് നിക്കണ്ടിട്ട് എനിക്കെന്നാ മാണ്ട്? സൈക്കിൾ വേണം. സൈക്കിള് വാങ്ങി തന്നാ നീ കുരുത്തക്കേട് കളിക്കുവാ? കളിക്കൂ? ആ കളിക്കൂല, അത് ഡീലാന്ന്. കൈകോട് സൈക്കിള് ഞാൻ അച്ഛനും അമ്മേനോട് പറഞ്ഞിട്ട് മാറ്റിത്തരും. ഒരു കുരുത്തക്കേടും കളിക്കാറ്, കിരട്ടിലൊരു സാധനം ഇടുകയും ചെയ്യാറ്. ഓക്കെ അല്ല? നമ്മ കുറച്ച് ബാക്കോട്ടിരുന്നോ. പോലെ അകത്തൂടെ ഇരിക്കുക ഇരിക്കുക. ഇതിന് കുറച്ച് ചെലവുണ്ട്. കുട്ടിക്ക് ഒരു സൈക്കിള് വാങ്ങി കൊടുക്കുക. ഇപ്പം എല്ലാം അങ്ങ് നിൽക്കും, കുരുത്തക്കടെല്ലാം നിൽക്കും, കേട്ടിലൊരു സാധനം കൊണ്ടിടൂല. പിന്നെന്ന് വെച്ചാല് അതിന് വേണ്ട സംഗതികൾ ഞാൻ ചെയ്ത് കഴിഞ്ഞ്. കുരുത്തക്കേട് നിന്ന പാടന്നെ നിങ്ങൾ വന്ന് എന്നെ കാണുക. ഒരു 5000 10 തരുന്നവരും ഉണ്ട്. 5ഉം 10ഒന്നും ഒരു പ്രശ്നമില്ല. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി കിട്ടിയേ. അത്രയും ഒരു വല്ലാത്തൊരു അതിന് വേണ്ട ഞാൻ പറഞ്ഞല്ലോ, അതിന് വേണ്ട സംഗതിയെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞ്. ഞാൻ ഓനുമായിട്ട് കാര്യമായിട്ട് സംഗതി ചെയ്ത്. ഇപ്പൊ ഒന്നും വേണ്ട, എല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ ഒന്നും വേണ്ട. റെഡി ആയാലും ഒരു 5 റുപ്യ 10 റുപ്യന്റെ മിനിമം. എന്നാലും നിങ്ങള് അതെന്ന പോലെ തരുവാ. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ ഒരു സംഗതി വേണ്ട. എന്നാ പോയിക്കോളൂ. അടുത്ത മോളി കയറിക്കോളെ. ആയിരിക്ക. പേരെന്തേനു? പേര് വിനിജ. വിനിജ. മോമനെ പേര് മോളി എന്നെല്ലാരും വിളിക്കുക. മോളി എന്ന് വിളിക്കുന്ന നല്ല. പിന്നെ എന്ത് ഞങ്ങളെ പ്രശ്നം എന്താ പറ? വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് മെച്ചപ്പെടണം വെച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതാന്ന് വെച്ചാല് ഒരു ഇതായി വരുന്നില്ല. മോണിറ്റേഷൻ ഒന്നും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. പിന്നെ ഇതിന്റെ ചാനലിന്റെ പേരെന്നാ? കമ്പിത്തിരി. കമ്പിത്തിരി യൂട്യൂബ് ചാനൽ അല്ല? ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയെങ്കിലും അതൊന്ന് റെഡിയായി കിട്ടിയിട്ട് വീട് പണി തുടങ്ങി. എല്ലാത്തിനും പരിഹാരം ഞാൻ കാണുന്നുണ്ട്. ജനങ്ങളിലേക്ക് സ്പ്രെഡ് ആയി പോയി. നിങ്ങളൊരു 6 കുറഞ്ഞൊരു നമ്പർ വിചാരിക്കും. വിചാരിച്ചു 4 തന്നെ. നിങ്ങളെ 99% ഏകദേശം റെഡിയാ. മോണിറ്റേഷൻ ആവും, ജനങ്ങളിലെത്തും. മോളിന്റെ വിഷമങ്ങൾ ജനങ്ങൾ കാണും. ഭസ്മം തൊട്ടോളൂ. ഇതിൽ നിന്ന് വരുമാനം വന്നു കഴിഞ്ഞാൽ എന്നെ ചാടിക്കളറ്. എന്റെ മിനിമം 10 അതെനിക്ക് കൊണ്ടുതരുക. അപ്പം ജനങ്ങളോട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നാലും പോയിക്കോളൂ. 2 മാസം കൊണ്ട് നിങ്ങൾ റെഡിയാവും. സന്തോഷം. അപ്പൊ എന്നെ വന്ന് കാണും. ഒരുപാട് ആള് വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് ലക്കിയിൽ അങ്ങ് റെഡിയായി പോയി. ഇപ്പൊ ലാസ്റ്റ് വന്ന മോളി യൂട്യൂബ് ചാനൽ, ഇത് എന്നാൽ ഒരു കളി കളിച്ചാലും ഒന്നും നടക്കൂല. ഇത് നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാം ചെയ്തിട്ട് സംഭവം എന്ന് വെച്ചാൽ മോണിറ്റേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം ഒക്കെ എന്തെങ്കിലും വരുമാനം വന്ന് കഴിഞ്ഞാൽ എനക്കും എന്തെങ്കിലും കൊണ്ടുത്തരും. അതുകൊണ്ട് 2 കുടുംബമാണ് ഇതിനെ കൊണ്ട് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രത്യേകിച്ചും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെന്ന് വെച്ചാൽ വീട്ടിൻ്റെ പണി നടക്കുന്നുണ്ട്. അവളെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അതെങ്ങനെയെങ്കിലും ഒരു കുടുംബം രക്ഷപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ കുടുംബം രക്ഷപ്പെടുത്തുക. നിങ്ങൾ എങ്ങനെയെങ്കിലും